ആമസോൺ 14,000 ജീവനക്കാരെ പിരിച്ചുവിടുന്നു. ശരിക്കും പിരിച്ചുവിടുന്നത് 30,000 പേരെയാണെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. കമ്പനി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ് 14,000 പേരുടെ എണ്ണം. പ്രധാനമായും അമേരിക്കയിലാണ്. അതിൽ നല്ലൊരു പങ്ക് ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത്. മലയാളികളും അക്കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ട് ഇത്ര വലിയ ലേ ഓഫ്? കമ്പനി ഔദ്യോഗികമായി കാരണം പറഞ്ഞിട്ടില്ലെങ്കിലും സംഗതി AI ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന നിർമ്മിത ബുദ്ധി കുറഞ്ഞ ജീവനക്കാരെ വെച്ച് കമ്പനി സമഗ്രമായി നടത്താൻ പോകുന്നുവെന്നാണ് ജീവനക്കാർക്ക് അയച്ച മെയിലിൽ പറയുന്നത്. നിർമ്മിത ബുദ്ധി മനുഷ്യരുടെ തൊഴിൽ കളയും എന്ന മുന്നറിയിപ്പാണ് പല രീതിയിൽ ശരിയാണ് എന്ന് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതിദരിദ്രരെ സൃഷ്ടിക്കുമോ AI? സത്യം പറയട്ടെ, ഇപ്പോൾ പിരിച്ചുവിടൽ തുടങ്ങിയ ആമസോൺ കമ്പനിയുടെ 2025 ആദ്യ പാദത്തിലെ ലാഭം എത്രയാണെന്നറിയാമോ? $35 ബില്യൺ ആണ്. ഏകദേശം 3 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ തുക. 3 മാസത്തെ മാത്രം ലാഭമാണെന്ന് ആലോചിക്കണം. ഈ കമ്പനിയുടെ ഈ വർഷത്തെ ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്ന ഒരു തുകയുണ്ട്. AI സ്ഥാപിക്കാനായി $120 ബില്യൺ. 10 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ തുകയാണ് AI സ്ഥാപിക്കാനായി നീക്കിവെക്കുന്നത്. ആമസോണിന്റെ ഒരു വർഷത്തെ ലാഭത്തിന് തുല്യമായ തുക മാത്രമേ ഇത് വരുന്നുള്ളൂ. അത്രയും തുക കൊണ്ട് 14,000 തൊഴിൽ ഇല്ലാതാക്കുകയാണ്. അമേരിക്ക ആസ്ഥാനമായ നിരവധി കമ്പനികളാണ് സമീപ മാസങ്ങളിൽ ആയിരങ്ങളെ പറഞ്ഞുവിട്ടത്. ആമസോൺ പോലുള്ള കമ്പനിയാണ് UPS, യുണൈറ്റഡ് പാഴ്സൽ സർവീസ്. ഒന്നും രണ്ടുമല്ല, 48,000 പേരെയാണ് കമ്പനി പറഞ്ഞുവിടുന്നതായി പ്രഖ്യാപിച്ചത്. അതിൽ 34,000 പേരും ഡ്രൈവർമാരും ഡെലിവറി സ്റ്റാഫുമാണ്. മാനേജ്മെന്റ് റോളിലുള്ള 14,000 പേരെയും പിരിച്ചുവിടുന്നു. മൈക്രോസോഫ്റ്റ് ഈ വർഷം മാത്രം 14,000 പേരെയാണ് പിരിച്ചുവിട്ടത്. മേയിൽ 6,000 പേരെയും ജൂലൈയിൽ 9,000 പേരെയും. മൈക്രോസോഫ്റ്റ് AI സംവിധാനം ഒരുക്കുന്നതിനായി $800 കോടി പദ്ധതിയും പ്രഖ്യാപിച്ചു. ഈ കമ്പനികളെല്ലാം AI മുന്നിൽ കണ്ടാണ് ഇത്ര വലിയ നീക്കം നടത്തുന്നത്. മൈക്രോസോഫ്റ്റിന്റെ കാര്യം തന്നെ എടുക്കുക. 14,000 പേരെ പിരിച്ചുവിട്ട കമ്പനി തലവൻ സത്യ നാദല്ലയുടെ ശമ്പളത്തിൽ 22% വർധന വരുത്തി. അവിടെ പിരിച്ചുവിട്ട ജീവനക്കാരുടെ ശരാശരി ശമ്പളം നാദല്ലയ്ക്ക് കിട്ടിയിരുന്നതിന്റെ 0.13% മാത്രമാണ്. ഇത്രയേറെ തൊഴിലാളികളെ പിരിച്ചുവിട്ട ശേഷം തലപ്പത്തുള്ളവർക്ക് ശമ്പളം കൂട്ടുക എന്നാൽ അർത്ഥം ഒന്നേയുള്ളൂ: കമ്പനി കൂടുതൽ മെലിഞ്ഞ് വളരെയേറെ ലാഭം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് തന്നെ. നോവോ നോർഡിക്സ് എന്ന ഡാനിഷ് മരുന്ന് കമ്പനി 9,000 പേരെയാണ് പിരിച്ചുവിടുന്നത്. അമേരിക്കയിലെ ടാർഗറ്റ് 1,800 പേരെ, ചാർട്ടർ 1,200 പേരെ. ഇങ്ങനെ അമേരിക്കയിൽ ലേ ഓഫ് നടത്തുന്ന കമ്പനികളുടെ എണ്ണം കൂടി വരികയാണ്. മൈക്രോസോഫ്റ്റിന്റെയും ആമസോണിന്റെയും ലേ ഓഫ് കൂടുതലും ബാധിച്ചത് ഇന്ത്യക്കാരെ ആയിരുന്നു. ആമസോൺ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച 14,000 അല്ല, 30,000 യഥാർത്ഥ പിരിച്ചുവിടൽ എന്നാണ് റിപ്പോർട്ടുകൾ. മൈക്രോസോഫ്റ്റും അടുത്ത ഘട്ടം പിരിച്ചുവിടലിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ മാസം സ്റ്റാർബക്സ് അവതരിപ്പിച്ച പദ്ധതി അനുസരിച്ച് 1000 പേർക്കാണ് ഒറ്റയടിക്ക് തൊഴിൽ നഷ്ടമാകുന്നത്. ഈ കമ്പനികളൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയ പ്രതിസന്ധി വന്നതിനെ തുടർന്നല്ല ഈ പിരിച്ചുവിടുന്നത്. ലാഭം കൂടുതൽ ഉണ്ടാക്കാം എന്ന കണക്കുകൂട്ടലിനെ തുടർന്നുള്ള പിരിച്ചുവിടലാണ് നടത്തുന്നത്. ആമസോണിനും മൈക്രോസോഫ്റ്റിനുമെല്ലാം AI ഉപയോഗിച്ച് വൻകിട പദ്ധതികളുണ്ട്. പക്ഷേ AI സംവിധാനങ്ങൾ ഇവയൊന്നും നടപ്പാക്കുകയോ വിജയിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. AI വരുന്നതിന് മുൻപ് തന്നെ ജീവനക്കാരെ പിരിച്ചുവിടുകയാണ്. അതുകൊണ്ട് തന്നെ AI പ്രവർത്തന പദത്തിലായി കഴിഞ്ഞാൽ ഇതിലും വലിയ ലേ ഓഫ് ഉണ്ടാകുമെന്നാണ് ആശങ്ക. AI ഡിസ്ട്രക്ഷൻ ഓഫ് മില്യൺസ് ഓഫ് ജോബ്സ് ബിഗിൻസ് എന്നാണ് ആമസോൺ ലേ ഓഫിന് വാൾസ്ട്രീറ്റ് നൽകിയ തലക്കെട്ട്. ഇതുവരെ ഉണ്ടായ മറ്റ് പിരിച്ചുവിടലുകളേക്കാൾ കൂടുതലായി ആമസോണിനാണ് AI ബന്ധം കൂടുതൽ ആരോപിക്കുന്നത്. AI കൊണ്ടുവരുന്നതിലൂടെ ആമസോണിന്റെ പാക്കിംഗ്, കോൾ സെന്ററുകൾ, പരസ്യം, റിക്രൂട്ട്മെന്റ്, പേയ്മെന്റ്സ് ഡിവിഷനുകളുടെ ജീവനക്കാർക്കാണ് തൊഴിൽ പോയത്. പല സഹസ്രം ആളുകൾക്കാണ് ഇങ്ങനെ തൊഴിൽ നഷ്ടപ്പെടുന്നത്. ഡെലിവറിക്കും കളക്ഷനും മാത്രമേ മനുഷ്യ സേവനം ആവശ്യമായി വരികയുള്ളൂ. മറ്റെല്ലാ ജോലികൾക്കുമായി ഒരു കേന്ദ്രത്തിൽ 1-2 മേൽനോട്ടക്കാർ മതിയാകും. ഇതാണ് ആമസോൺ കാണുന്ന ലാഭം. 3 മാസം കൊണ്ട് $3,500 കോടി ലാഭമുണ്ടായതെങ്കിൽ ഈ വർഷത്തെ അവസാന പാദത്തിൽ അത് ഇരട്ടിയാകും. ശരിക്കും മനുഷ്യരെ മാറ്റി AI ഉപയോഗിക്കാനുള്ള ശേഷി വളരെ കുറച്ച് കമ്പനികൾക്കേ നിലവിലുള്ളൂ. അതുകൊണ്ട് ചെറുകിട കമ്പനികളിൽ ജോലി നഷ്ടമാകില്ല എന്ന് കരുതേണ്ടതില്ല.
ക്ലൗഡ് സംവിധാനം പോലെ മറ്റ് കമ്പനികളുടെ AI ശേഷി പങ്കുവെക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് കണക്കുകൂട്ടൽ. AI സ്ഥാപിച്ച ഒരു കമ്പനിക്ക് സ്വന്തം സ്ഥാപനത്തിലെ മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളുടെയും സേവനം നൽകാൻ കഴിയും. അതുണ്ടാക്കാൻ പോകുന്ന ചലനം നിസ്സാരമല്ല എന്നാണ് മുന്നറിയിപ്പ്. ആമസോണിൽ തൊഴിൽ പോയത് 80% റീറ്റെയിൽ ബിസിനസിന്റെ ഭാഗമായിരുന്നവരാണ്. അമേരിക്ക, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത്. നിലവിൽ 3 മാസത്തെ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. 90 ദിവസത്തെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടുമെന്നും അതിനുശേഷം പിരിഞ്ഞു പോകണമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. ജനുവരിയോടെ കൂടുതൽ പേരെ പിരിച്ചുവിടുമെന്നാണ് കമ്പനിയുടെ ഉള്ളിൽ നിന്നുള്ള പ്രതികരണങ്ങളോടെ വരുന്ന റിപ്പോർട്ടുകൾ. AI മനുഷ്യന് പകരമാകുമെന്ന് 100% തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം സെർച്ച് എഞ്ചിനുകൾക്ക് പകരമായി ഉപയോഗിക്കുന്ന ചാറ്റ് ബോട്ടുകളിൽ നിന്നുള്ള ഉത്തരങ്ങൾ പലതും പൊട്ടത്തെറ്റാണെന്ന് മനുഷ്യന് മനസ്സിലാകുന്നുണ്ട്. AI മണ്ടത്തരങ്ങൾ പറഞ്ഞു തരുന്നതായി സാധാരണക്കാർക്ക് പോലും തിരിച്ചറിയാനും കഴിയുന്നുണ്ട്. ഈ തെറ്റുകളൊക്കെ തിരുത്തി പൂർണ്ണമായും തികഞ്ഞ AI വരണം. അതിനുള്ള ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള AI വന്നാൽ മെക്കാനിക്കൽ ജോലികൾ കുറച്ച് മനുഷ്യന് സർഗാത്മകമാകാൻ സമയം കിട്ടുമെന്നൊക്കെ വാദങ്ങൾ ഉയരുന്നുണ്ട്. ലോകത്തെ 800 കോടിയിലധികം മനുഷ്യരും സർഗാത്മകമായി പട്ടിണി കിടക്കേണ്ടി വരുമോ എന്നാണ് ഇതിനുയരുന്ന മറുചോദ്യം. നമസ്കാരം.